ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പച്ചക്കറി ബാക്കി ഇരിപ്പുണ്ടോ? എന്നാൽ കിടിലനൊരു ഐറ്റം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഒരു കഷ്ണം മത്തങ്ങയും 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ക്യാരറ്റിൻ്റെ തൊലി കളഞ്ഞിട്ടെടുക്കാം. മത്തങ്ങയുടെ തൊലിയും കുരുവെല്ലാം കളഞ്ഞിട്ടെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മളിവിടെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഈ തൊലി കളഞ്ഞ ക്യാരറ്റും ഈ മത്തങ്ങയും നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. മത്തങ്ങയും ക്യാരറ്റും കൂടി 400 ഗ്രാമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കൂടുതൽ അളവിൽ എടുക്കണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇവിടെ മത്തങ്ങയും ക്യാരറ്റും എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ ഈ ക്യാരറ്റും മത്തങ്ങയും ഗ്രേറ്റ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ നെയ്യിലിട്ടിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇത്തിരി നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്. ഇനി ഇതിൻ്റെ മൂടി തുറന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് 3-ാം പാലിൽ പകുതി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് ഒന്നും കൂടിയും വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. ഇത് നന്നായി വെന്ത് കിട്ടണം, അതുവരെ ഇത് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് ഒന്നും കൂടി ഒന്ന് ഇത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ സമയത്ത് നമുക്ക് 4 ബെല്ലം ശർക്കര ഉരുക്കിയെടുക്കാം. ഇപ്പോൾ ശർക്കരയെല്ലാം ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും മത്തങ്ങയും എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി വെന്ത് കിട്ടണം, ഒരു ഉടഞ്ഞ പരുവത്തിൽ നമുക്ക് കിട്ടണം. ശർക്കര ചേർത്താൽ പിന്നെ ഇത് വെന്ത് കിട്ടില്ല. അപ്പോൾ ശർക്കര ചേർക്കണതിന് മുന്നേ ഇത് നന്നായി വെന്ത് കിട്ടണം. ഇപ്പോൾ നമ്മൾ ഉരുക്കിയ ശർക്കര ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഇപ്പോൾ ശർക്കര എല്ലാം ചേർത്ത് ഇനി ഇത് നന്നായി തിളച്ച് വരണം. ഇപ്പോൾ ശർക്കര തിളച്ച് കുറുതായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 3-ാം തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് നന്നായി ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ബാക്കി ഉണ്ടായിരുന്ന 3-ാം തേങ്ങാപ്പാൽ മുഴുവനും ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നന്നായി വറ്റി തുടങ്ങി. ഈ സമയത്ത് നമ്മളിവിടെ കലക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ അരിപ്പൊടിയുടെ മിക്സ് ഇവിടെ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് കുറുതായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് 2-ാം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 2-ാം പാല് ചേർത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് ഒന്ന് കുറുതായി വരണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. ഒരു കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ജീരകവും പഞ്ചസാരയും ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഈ പൊടിച്ച പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി കുറുതായി ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നല്ല കട്ടിപ്പാലാണ് ചേർത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ 1-ാം പാല് ചേർത്ത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും ഇട്ട് ഒന്ന് നന്നായി ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കിസ്മിസും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വറുത്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല മത്തങ്ങ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള പായസമാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.